വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഹർജിയിലാണ് നടപടി. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പ്രത്യേകമായി തന്നെ പരിഗണിക്കും. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, പ്രതീക്ഷ നൽകുന്ന നടപടിയാണോ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്? കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം ചോദ്യം ചെയ്തുള്ള 4 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഇതിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ബുധനാഴ്ചയാണ് ഈ ഹർജികൾ പരിഗണനയ്ക്ക് വരിക. ബുധനാഴ്ച പരിഗണിക്കാം എന്നും അന്ന് പരിഗണിക്കാമെന്ന കാര്യവും കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി അടക്കം മുതിർന്ന അഭിഭാഷകരാണ് ഹാജരായി നിലപാടറിയിച്ചത്. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 4 ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. അതിലാണ് 4ലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. ഒന്നാമത്തേത് സംസ്ഥാന സർക്കാരിന്റെ ഹർജി, മറ്റേത് 3 രാഷ്ട്രീയ പാർട്ടികളുടെ ഹർജി. അത് മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPIM എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ ഹർജിയിലുമാണ് നോട്ടീസ്. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണ വിഷയം പ്രത്യേകമായി പരിഗണിക്കാം എന്ന കാര്യവും കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ് എന്ന കാര്യം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. സ്റ്റേ ചെയ്യണം എന്ന ഈ നടപടികൾ, വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും കൂടി സുപ്രീം കോടതി ഉയർത്തുകയും ചെയ്തു. ഈ ആവശ്യം ബുധനാഴ്ച പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നൊരു ആവശ്യമാണ്. അക്കാര്യം ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കിയത്. ഈ ആവശ്യം ബുധനാഴ്ച പരിഗണിക്കാം എന്ന ആവശ്യം ഉയർത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നോട്ടീസാണ്. കേരളത്തിലെ SIR പ്രത്യേകമായി പരിഗണിക്കാമെന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. PR സുനിൽ കൂടിയുണ്ട്. സുനിൽ, ഇപ്പോൾ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നോട്ടീസിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? നിലവിൽ സ്റ്റേ ഇല്ല എന്നുള്ളൊരു സാഹചര്യം കൂടി, പക്ഷെ ബുധനാഴ്ച പ്രത്യേകമായി കേരളത്തിന്റെ കാര്യം കൂടി പരിഗണിക്കുന്നു. സ്മൃതി, എന്തായാലും ഈ കേസിൽ വിശദമായ വാദം കേൾക്കൽ ഒന്നും തന്നെ ഇന്ന് നടന്നില്ല. ഇന്ന് ഈ കേസ് പരിഗണിക്കെടുത്ത ഉടനെ തന്നെ കേസിൽ കോടതി നോട്ടീസ് അയക്കുന്ന നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ കേസ് പ്രത്യേകമായി പരിഗണിക്കാം എന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ഈ കേസ് പരിഗണിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. ഏതായാലും അത് അംഗീകരിച്ചുകൊണ്ടാണ് പ്രത്യേകമായി തന്നെ കേരളത്തിൽ നിന്നുള്ള എല്ലാ അപേക്ഷകളും പരിഗണിക്കാം എന്ന് ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. അതിനായിട്ടാണ് 26-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. SIRന്റെ വേറൊരു കേസ് സുപ്രീം കോടതിയിൽ ഉണ്ടെന്നും ആ കേസിനൊപ്പം പരിഗണിച്ചാൽ ഇത് ഈ വിഷയത്തിൽ കേരളത്തിന്റെ മൊത്തത്തിൽ ഈ കേസ് ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. ഏതായാലും കേരളത്തിന്റെ മാത്രം അപേക്ഷ പ്രത്യേകം പരിഗണിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ ആവശ്യം മാത്രം പ്രത്യേകം പരിഗണിക്കാമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതായാലും 26-ാം തീയതി കേസിൽ വിശദമായ വാദം കേൾക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്റ്റേ ആവശ്യത്തിൽ എന്തെങ്കിലും ഒരു വിശദമായ വാദം കേൾക്കലോ അല്ലെങ്കിൽ സ്റ്റേ ആവശ്യം ശക്തമായി ഉന്നയിക്കലോ ഒന്നും തന്നെ ഇന്ന് കോടതിയിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും സ്റ്റേ ആവശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 26-ാം തീയതി പരിശോധിക്കാം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും SIRന്റെ കാര്യത്തിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിൽ ശക്തമായി ഇടപെടുന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരു ഘട്ടത്തിലും സുപ്രീം കോടതി പോയിട്ടില്ല. നേരത്തെ ബീഹാറിന്റെ SIR കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ആ വിഷയത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ തടസ്സപ്പെടുത്തുന്ന തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോയില്ല. അന്ന് പ്രധാനമായും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കണം എന്നൊരു നിർദ്ദേശം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നൽകിയത്. അതല്ലാതെ SIR തടസ്സപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോയില്ല. ഏതായാലും ഈ കേസിലും അത്തരമൊരു നടപടിയിലേക്ക് പോകാൻ തന്നെ, അത്തരമൊരു സമാനമായ തീരുമാനമെടുക്കാൻ തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് സാധിച്ചത്.